ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അമ്മാമ്മയ്ക്ക് ഇത്രയധികം ധിക്കാരം ഈ കൊച്ചുമകളോട് കാണിക്കാമെങ്കിൽ ഞാനും അത്ര മോശക്കാരിയൊന്നുമല്ല എന്നുള്ള ഒരു ഗൗരവത്തിലാണ് നമ്മുടെ ഋതിക സരസ്വതിഭായി തമ്പുരാട്ടിയുടെ മുന്നിലോട്ട് പോയി നിന്നത്. അമ്മാമ്മയെ കാണാൻ പോയ കൊച്ചുമോള് തടി വാങ്ങിച്ച് കർണവും പുകഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരുന്ന സീൻ കാണാൻ വേണ്ടി അംബികയും മോനും ഇങ്ങനെ ഡൈനിങ് ടേബിളെ കാത്തിരിക്കുവാണ്. യാമിനിക്കും ശേഖരനും ഒരു സമാധാനമില്ല. അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുക. അയ്യോ, കുഞ്ഞിനെ അടിക്കുകയോ വല്ലതും ചെയ്യുവോ, വഴക്ക് പറയുവോ, പ്രതാപേട്ട മോള് പോയിട്ട് ഇത്രയും നേരമായല്ലോ, കണ്ടില്ലല്ലോ. പ്രതാപൻ പറയുന്നു, ചെന്ന് വാങ്ങിക്കട്ടെ, അവളെ എത്ര പ്രാവശ്യം ഞാൻ ഉപദേശിച്ചു കൊടുത്തതാ അനുസരണക്കേട് കാണിക്കരുതെന്ന്. എല്ലാം ധിക്കാരമല്ല ഉള്ളു കയ്യിൽ. അംബിക മുറിയിലോട്ട് വന്നിട്ട് മോനോട് പറയാം, എടാ നീ ഈറ്റില്ലാത്ത പെറ്റുകിടക്കുന്ന പുലിയെ കണ്ടിട്ടുണ്ടോ? പിന്നെ പുലി പെറ്റുകിടക്കുന്ന ലേബർ റൂമിലെ ഹെഡ് നേഴ്സ് അല്ലായിരുന്നോ ഈ ഞാൻ? എടാ മണ്ട, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതല്ലയോ. എൻ്റെ അമ്മേ, എക്സാമ്പിൾ ആണെങ്കിൽ അല്പം ലോജിക്കുള്ള എക്സാമ്പിളൊക്കെ പറയണ്ടേ. പുലിയുടെ അടുത്തോട്ട് ചെന്നാൽ പുലി എന്നെ വെച്ചേക്കുവോ? പുലി എന്നെ കടിച്ചു കീറില്ലേ, അതും പെറ്റുകിടക്കുന്ന പുലി. എടാ അതുപോലത്തെ പുലി തന്നെ അപ്പുറത്തിരിക്കുന്ന സരസ്വതി ദേവി. അവർക്ക് കലി ഇളകിയാലേ കടിച്ച് കീറും അവർ. എന്നാലിപ്പോൾ അവളെ കടിച്ചു കീറുമായിരിക്കും. പോരിച്ചെടുക്കും മോനെ അവളെ. ആരെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവോ ആ സരസ്വതി അമ്മ. ഇവിടെ വന്നിട്ടേ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഇരയല്ലയോ ഋതികയെന്ന് അവർ കടിച്ച് കൊടയോടാ. അമ്മ അവളെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണാൻ എനിക്ക് കൊണ്ട് കൊതിയായിട്ട് വയ്യ. സൂര്യമംഗലത്തെ സരസ്വതി അല്ലയോ ആള്. രാജഭരണമൊക്കെ പോയിട്ട് കാലങ്ങളായി. ഇപ്പോഴും കിരീടം വെച്ച മഹാറാണിയാണെന്നാ അവരുടെ ധാരണ. ആ മണ്ടൻ ദീപക് ഉടനെ പറയാം, അമ്മേ അവർക്ക് നമ്മളൊരു ഇരുട്ടടി അങ്ങോട്ട് കൊടുത്താലോ? ഇരുട്ടടിയോടാ? അവരിരുട്ടത്തിറങ്ങി വരുമ്പം നമുക്ക് പതുങ്ങിയിരുന്ന് തലക്കിട്ടൊരു ഒറ്റടി കൊടുക്കാം. എടാ അതിനവർ ഇരുട്ടത്തിറങ്ങി വന്നിട്ട് വേണ്ടേ? എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ, അവർക്ക് നേരെയുള്ള കരുനീക്കങ്ങളൊക്കെ നീ സൂക്ഷിച്ച് വേണം. നമ്മളെങ്ങാനുമായി ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കത്തിച്ച് കളയും ആ സ്ത്രീ. ഋതിക പേടിച്ച് വിറച്ച് സരസ്വതിഭായി തമ്പുരാട്ടിയുടെ മുറിയുടെ വാതക്കൽ ഇങ്ങനെ നിൽക്കുവാണ്. ഭദ്ര പറയാ, അവിടെ നിൽക്ക്, ഞാനൊന്ന് ചോദിക്കട്ടെ അവിടെ ഒരുങ്ങിയോന്ന്, എന്നിട്ട് വന്നാൽ മതി. ഋതിക അവളുടെ അമ്മാമ്മ ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട്. വല്ലാത്ത ദേഷ്യത്തിൽ തന്നെയാണ് നോട്ടമൊക്കെ. ഋതിക അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. ദൈവമേ, എല്ലാവരും പറയുന്ന പോലെ ഇപ്പോൾ എന്നെ കടിച്ചു കീറി കൊല്ലുവോ എന്നൊക്കെയുള്ളൊരു ഭയത്തിലാണ് ഋതിക ഇങ്ങനെ നിൽക്കുന്നത്. നീ എത്ര വരെ പഠിച്ചു? അത് ഞാൻ BSc മാത്സ് ആയിരുന്നു. അത്രയും കൊണ്ട് നിർത്തിയാൽ മതിയോ? ഇനി തുടർന്ന് പഠിക്കുന്നില്ലയോ? ഉണ്ട്, ഞാൻ MScക്ക് ചേർന്ന്. പഠിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ ഇല്ലേ? ഏത് കോളേജിലാണ് പഠിച്ചത്? ഇവിടെ സെൻറ്റ് മേരീസിൽ. സരസ്വതി അമ്മ അങ്ങനെ വലിയ ദേഷ്യത്തിലാണ് ഋതിയോട് ഓരോന്നും ചോദിക്കുന്നത്. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. എന്നാൽ പറ, ആരാ? എൻ്റെ അമ്മാമ്മ. ഇയാൾ അമ്മയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അമ്മയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ എന്ത് ഒപ്പീനിയൻ പറയാനാ? അമ്മ എനിക്കൊരു നൊമ്പരം മാത്രമാണ്. പ്രതാപന് നിന്നോട് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലേ? ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ അത് മനസ്സിലാണ്. അതൊന്നും എന്നോട് പ്രകടിപ്പിക്കാറില്ല. സരസ്വതിഭായി തമ്പുരാട്ടിയുടെ ചങ്ക് പൊട്ടുന്നുണ്ട്. പക്ഷേ ഋതിയുടെ മുന്നിൽ അതൊന്നും കാണിക്കുന്നില്ല. ഇവിടെ ഉള്ളവർക്കൊക്കെ നിന്നോട് സ്നേഹമാണോ? യാമിനി ചെറിയമ്മയ്ക്ക് എന്നോട് ജീവനാ. പിന്നെ ചെറിയച്ഛനും അപ്പൂനും അതുപോലെ തന്നെ. അംബികവർമ്മയ്ക്കോ എന്ന് ചോദിക്കുമ്പം തന്നെ ഋതിയുടെ മുഖം അങ്ങ് മൗനമായിട്ട് കരയുന്ന പോലെ ആകുന്നുണ്ട്. അമ്മായിക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്താ അതിന് കാരണം? അത് അമ്മായിയുടെ മകൻ ദീപക്കിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കി. എനിക്കിഷ്ടമായില്ല. നിനക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? ഫ്രണ്ട്സൊക്കെ എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ. അതിലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് രാജു, അല്ലേ? ഇനി അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തൊക്കെയാണ് ഇയാളുടെ ഭാവി സ്വപ്നങ്ങൾ? അതെനിക്ക് PG എടുക്കണം. പിന്നെ ഋതിയെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നമ്മുടെ സരസ്വതി തമ്പുരാട്ടി പറയുന്നു, പിന്നെ കല്യാണം കഴിക്കണം, കുടുംബം നടത്തണം, തുടരെ പ്രസവിക്കണം, ഭർത്താവ് പറയുന്നത് കേട്ട് കുഞ്ഞുങ്ങളെ വളർത്തി അങ്ങ് ജീവിക്കണം. ഇതൊക്കെയല്ലേ എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്നത്? ഇനി അങ്ങനെ മതിയെങ്കിൽ മതി. തനതായ ഒരു പേഴ്സണാലിറ്റി നേടിയെടുക്കണമെങ്കിൽ പലതും മാറ്റി ചിന്തിക്കണം. ആണും പെണ്ണും തമ്മിലെ രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാതെ എന്ത് വ്യത്യാസമുള്ളത്? എന്നും വെച്ചേ പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെ നടന്നാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഒരല്പമെങ്കിലും നാണമില്ലെങ്കിൽ പിന്നെ പെണ്ണിനെ കാണാൻ എന്ത് ഭംഗിയാവുള്ളത്? ഫെമിനിസമൊക്കെ ആവശ്യത്തിന് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ പെണ്ണിനെ നിർബന്ധമായും വേണ്ടത് എന്താണെന്നറിയാവോ? അച്ചടക്കമാണ്. നിനക്കാണെങ്കിൽ തീരെ അച്ചടക്കവും ഇല്ല. ചൊല്ലുവിളിയോടുകൂടി ഒരമ്മ വളർത്താത്തതിൻ്റെ എല്ലാ കുഴപ്പവും ഞാൻ നിന്നിൽ കാണുന്നുണ്ട്. യാമിനിയും ശേഖരും ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്നുണ്ട്, ഈ ഋതിയമോൾ ഇറങ്ങി വരുന്നുണ്ടോ എന്ന്. പ്രതാപനാണെങ്കിൽ തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. അകത്തെന്താണ് നടക്കുന്നതെന്നറിയാതെ എല്ലാവരും ആവലാതിപ്പെടുവാണ്. എരിതീയിൽ എണ്ണയൊഴിക്കുന്ന പോലെ അംബികയും മോനും അങ്ങോട്ട് വരുന്നുണ്ട്. അംബിക പറയാ, അവളെ അതിനകത്തിട്ട് ചവിട്ടി കൂട്ടുമായിരിക്കും.
ഓവർ സ്മാർട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നീ എന്താ പ്രതാപ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ എന്ത് മിണ്ടാനാ ചേച്ചി? ചെന്ന് മേടിക്കട്ടെ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാന്? ഞാനവക്ക് പലവട്ടം വാണിംഗ് കൊടുത്തതാ. സൂര്യമംഗലത്തമ്മ വളരെ സ്ട്രിക്റ്റാണ്, അവരുടെ മുന്നിൽ നിന്റെ അഹങ്കാരം ഒന്നും പാടില്ലെന്ന്. അംബിക എരുതിയിൽ എണ്ണയൊഴിക്കാൻ വന്നതാണെന്ന് ശരിക്കും ശേഖരന് മനസ്സിലായി. ശേഖരൻ പറയാ, അതിന് ഋതുമോളെ എന്തോ അവിവേകമായി ചേച്ചി കാണിച്ചത്? മോളൊന്നും കാണിച്ചില്ലല്ലോ. കാണിച്ചില്ലെന്നോ? എന്താ ശേഖര, നിന്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? അവൾ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടിയത്? പ്രതാപന് കറി വിളമ്പുന്ന പണ്ടെങ്ങുമില്ലാത്ത ഒരു സ്നേഹപ്രകടനം. ചേച്ചി അതിന് ഋതിയമോളെ അവളുടെ അച്ഛനോടല്ലേ സ്വാതന്ത്ര്യം അടുപ്പമൊക്കെ കാണിച്ചത്? അതിലെന്താ തെറ്റ്? പ്രതാപൻ ശേഖരനോട് പറയുക, ശേഖര ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. അമ്മ അത്രയ്ക്ക് മണ്ടിയൊന്നും അല്ല, നല്ല വിദ്യാഭ്യാസം വിവരമുള്ള സ്ത്രീയാ. ആത്മാർത്ഥതയില്ലാത്ത പ്രകടനം കാണുമ്പോഴേ അവർക്ക് മനസ്സിലാവും. ദീപക്ക് പറയുക, അല്ലെങ്കിലും അവളിപ്പോൾ ഇവിടെ കാണിച്ച പ്രകടനം കുറച്ച് ഓവറായിരുന്നു, എനിക്കേ ദേഷ്യം വന്നു. അപ്പോൾ പിന്നെ ആ അമ്മയുടെ കാര്യം പറയണോ? അതല്ലെങ്കിലും നിനക്കിപ്പോൾ അല്ലെങ്കിലും കുറച്ച് ദേഷ്യം കൂടുതലാടാ. അതെന്താ ശേഖര നീ എൻ്റെ മോനെ അങ്ങനെ പറഞ്ഞത്? പ്രതാപൻ പറയുക, ഇനി ഇതിൻ്റെ പേരും ചൊല്ലി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. അംബികയുടെ ഒരു മുതലക്കണ്ണീര് പോലത്തെ ഒരു അഭിനയം ഇത്രയും താമസിക്കുന്ന കണ്ടിട്ട് എനിക്കൊരു വല്ലാത്ത പേടി പ്രതാപ. ഇനി അവളെ തല്ലുകയോ മറ്റോ ചെയ്യുവോ? അതിന് തല്ലുന്നെങ്കിൽ തല്ലട്ടെ ചേച്ചി, ഞാൻ ചെയ്യാനുള്ളത് അവർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സരസ്വതി തമ്പുരാട്ടി ഋതികയെ വീണ്ടും ക്ലാസ് എടുക്കുവാണ്. അടക്കം ഒതുക്കമുള്ള പെൺപിള്ളേരെ കാണുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. പണ്ടത്തെ പോലെ പെണ്ണുങ്ങളെ അടുക്കളയിൽ അരിയും കറിയും വെച്ച് ഒതുങ്ങാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ വീട്ടിലെ വിളക്കായിരിക്കണം, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേരെ വീടിൻ്റെ ഐശ്വര്യമായിരിക്കണം. അവരെയാണ് നമ്മൾ കുലീന എന്നൊക്കെ വിളിക്കുന്നത്. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഈക്വൽ പാർട്ട്ണർഷിപ്പ് വേണം. എന്നാൽ ഒരു കുടുംബം സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു പെണ്ണായിരിക്കണം. അങ്ങനെയുള്ളവളെയാണ് നമ്മൾ കുടുംബദേവത എന്നൊക്കെ വിളിക്കുന്നത്. എന്നാൽ നീ അങ്ങനെയൊന്നും അല്ല. നിന്റെ മുഖത്തോട്ട് നോക്കിയാൽ അറിയാം ആ അഹങ്കാരം. മന്ത്രിയുടെ മകളാണെന്നും പറഞ്ഞ് നിനക്കെന്താ വല്ല കൊമ്പു വല്ലതും ഉണ്ടോ? ഏത് മഹാരാജാവിൻ്റെ മകളാണെങ്കിലും സ്വഭാവം കൊള്ളത്തില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? ഇനിയും ഋതികയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഋതിക അങ്ങ് പൊട്ടിക്കരയുവാണ്. അത് കണ്ടിട്ട് സരസ്വതി തമ്പുരാട്ടി പറയുന്നുണ്ട്, എൻ്റെ പേരക്കിടാവല്ലേ, എന്നെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ കവിളത്തിൽ ഉമ്മ തരുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ എനിക്ക് നിന്നെ കണ്ടിട്ട് ഒരു വാത്സല്യമായിട്ട് തോന്നുന്നില്ല. നീ എൻ്റെ കൊച്ചുമകളുമല്ല. അത് കേട്ടപ്പോൾ ഹൃദയം അങ്ങ് പൊട്ടിക്കരയുവാണ്. ഇനി ഇതിൽ കൂടുതൽ എൻ്റെ കൊച്ചുമകളോട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല, എൻ്റെ കപടദേഷ്യം ഇനി അവളുടെ മുന്നിൽ പ്രകടിപ്പിക്കാനും പറ്റില്ല എന്ന് സരസ്വതി ദേവിക്ക് മനസ്സിലായിട്ട് പുള്ളിക്കാരിയും അങ്ങ് കരയാൻ തുടങ്ങുവാണ്. എന്താ ഇത്, കരയുവാണോ? അമ്മാമ്മയുടെ പൊന്നുമോളല്ലേ? അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഋതികയുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം അവിടെ കണ്ണുകൾ തുറിച്ചു നിൽക്കുന്നെങ്കിലും കണ്ണിക്കൂടി ഇങ്ങനെ ആനന്ദ കണ്ണുനീരൊഴുകുവാണ്. സരസ്വതി തമ്പുരാട്ടി ഋതികയെ കെട്ടിപ്പിടിച്ച് മാറോടങ്ങ് ചേർക്കുവാണ്. ഋതികയ്ക്കാണെങ്കിൽ സ്വന്തം കണ്ണുകളെപ്പോലും അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. അവളും അതുപോലെ തന്നെ തമ്പുരാട്ടിയെ അവിടെ അമ്മാമ്മയെ കെട്ടി അങ്ങ് പിടിക്കുന്നുണ്ട്. എൻ്റെ ചക്കരക്കുട്ടി ഇങ്ങനെ കരയല്ലേ, ഈ അമ്മാമ്മയുടെ ചങ്ക് പെടയുക. അതൊക്കെ കണ്ടു നിന്ന ഭദ്രയ്ക്ക് പോലും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഭദ്ര ഇതെല്ലാം കണ്ടു നിന്നങ്ങ് കരയുവാണ്. ഋതികയുടെ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് അമ്മാമ്മ അവളെ നെറുകയിൽ മുത്തം കൊടുക്കുവാണ്. ഋതികയോടുള്ള സ്നേഹമങ്ങ് കവിഞ്ഞൊഴുങ്ങുവാണ് തമ്പുരാട്ടിയുടെ മനസ്സിൽ നിന്ന്. അമ്മാമ്മയുടെ പൊന്നുമോളെ ചുമ്മാതൊന്ന് പരീക്ഷിച്ചതല്ലയോ ഈ അമ്മാമ്മ, എൻ്റെ പൊന്നുമോള് കരയല്ലേടാ. ഭദ്ര അത് കണ്ട് ചിരിച്ചോണ്ട് പറയാ, എൻ്റെ പൊന്നുമോളെ ഇതൊരു നാടകമല്ലയോ, തട്ടുപൊളിപ്പൻ നാടകം. ഇനി നല്ല നാടകം കിടക്കുന്നതല്ല ഉള്ളു. അമ്മാമ്മ കൊച്ചുമോളോട് കാണിക്കുന്ന ഈ നാടക പ്രകടനമൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൂവണമെന്ന് വരെ തോന്നിപ്പോയി. ഋതിയയ്ക്ക് ഇപ്പോഴും ഒന്നും വിശ്വാസം വരുന്നില്ല. ഇതൊക്കെ നീ സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ? ഋതിയ അങ്ങ് ഏങ്ങി കരയുവാണ് തമ്പുരാട്ടിയെ നോക്കിക്കൊണ്ട്. എൻ്റെ മോള് കരയരുത്, പെൺകുട്ടികളെ നല്ല ചുറുചുറുപ്പുള്ളവരായിരിക്കണം. ഞാൻ വന്നപ്പോഴാ എൻ്റെ കൊച്ചുമോൾ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെ ഉണ്ടാകാഞ്ഞതിൽ അമ്മാമ്മയ്ക്ക് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. ഇത്രയ്ക്കും പൊന്നോമനയായ എൻ്റെ കൊച്ചുമോളെ ആണല്ലോ അമ്മാമ്മ ഇത്രയും നാൾ മിസ് ചെയ്തത്. ഇതെൻ്റെ തങ്കക്കുട്ടിയല്ലേ എന്നും പറഞ്ഞ് സരസ്വതി തമ്പുരാട്ടി കഴുത്തിൽ കിടക്കുന്ന മാല ഊരി ഋതികയ്ക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഋതികയാണെങ്കിൽ കുറ്റബോധവും സങ്കടവും കൊണ്ടങ്ങ് കരയുവാണ് വീണ്ടും. എന്നുവെച്ചാൽ അമ്മാമ്മയെ തെറ്റായിട്ടാണല്ലോ തെറ്റിദ്ധരിച്ച് വെച്ചിരുന്ന ഇത്രയും നേരം. ഇത്രയും സ്നേഹമുള്ള എൻ്റെ തങ്കപ്പെട്ട അമ്മാമ്മയാണോ ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നത് എന്നൊക്കെ അങ്ങോട്ട് ഋതികയ്ക്ക് അങ്ങോട്ട് തോന്നുവാണ്. ഈ സന്തോഷമൊക്കെ കണ്ട് ഭദ്ര പറയാ, തമ്പുരാട്ടി ഈ കാഴ്ചയൊക്കെ കാണാൻ ഞാൻ അവരെ ഇങ്ങോട്ടൊന്ന് വിളിച്ചോട്ടെ. വിളിച്ചോടി ഭദ്രെ. അപ്പോൾ ഭദ്ര താഴോട്ട് നോക്കി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും മുകളിലോട്ടൊന്ന് കയറി വരണം. അപ്പോഴെല്ലാവരുടെയും മുഖത്തൊരു അങ്കലാപ്പും പരപരപ്പും ഒക്കെ ഉണ്ട്. അംബികയും മകനും കണ്ണിക്കണ്ണി നോക്കുന്നുണ്ട്. അടിച്ച് ബോധം കെടുത്തി ഇട്ട് കാണും. നമ്മളെ അതിനായിരിക്കും വിളിക്കുന്നത്.
അങ്ങനെ അവരെല്ലാവരും മുകളിലോട്ട് കയറി ചെല്ലുവാണ്. എല്ലാവരുടെയും കണ്ണുകളെ ഞെട്ടിപ്പിക്കുന്ന വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് അവരവിടെ കാണുന്നത്. അമ്മാമ്മ കൊച്ചുമകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതാണ് കാണുന്നത്. എല്ലാവർക്കും സന്തോഷം. അംബികയുടെയും മോൻ്റെയും പ്ലാൻ എല്ലാം തെറ്റിപ്പ്. അവർ രണ്ടും മാത്രം ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണ്. ഹൃതിയെ കെട്ടിപ്പിടിച്ചോണ്ട് തമ്പുരാട്ടി പറയുന്ന 10-18 കൊല്ലവാ ഞാൻ എൻ്റെ ഈ തങ്കക്കുടത്തിനെ കാണാതിരുന്നത്. എനിക്കത് എന്ത് നഷ്ടമായി പോയെന്ന് ഇപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. സന്തോഷം കൊണ്ട് പ്രതാപൻ്റെയും കണ്ണ് നിറയുന്നുണ്ട്. എത്രയ്ക്ക് ആയാലും പിതാവിൻ്റെ സ്നേഹം ഉള്ളിലുണ്ട്. ആ അംബിക എന്ന രാക്ഷസിയുടെ സാരോപദേശം കേട്ടാണല്ലോ പ്രതാപൻ ഇങ്ങനെ ആയി മാറിപ്പോയത്. എല്ലാവരും ഇനി പൊയ്ക്കോ, ഇന്നു മുതൽ എൻ്റെ കൊച്ചുമോൾ എന്നോടൊപ്പമാണ് ഉറങ്ങുന്നതുമല്ല. യാമിനിയും ശേഖറും സന്തോഷം കൊണ്ടങ്ങ് നിൽക്കുവാണ്. അംബികയാണെങ്കിൽ ഇങ്ങനെ പല്ല് കടിക്കുവാണ് അതൊക്കെ കണ്ടുകൊണ്ട് നിന്ന്. പക്ഷേ തമ്പുരാട്ടിയുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കഥയപ്പം തീർന്നത് തന്നെ. ഭദ്ര പറയുന്നത്, ഇനി എന്തിനാ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നത്, നിങ്ങളോട് പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ. അപ്പോഴവരെല്ലാവരും അങ്ങ് പോവുകയാണ്. അമ്മാമ്മയ്ക്കും കൊച്ചുമകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കണ്ടിട്ടും മതിയാകുന്നില്ല. രണ്ടുപേരും അങ്ങ് പരസ്പരം നോക്കി മുത്തം കൊടുക്കുകയും സ്നേഹപ്രകടനം കാണിക്കുകയാണ്. രാധമ്മ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക. ശ്രീലക്ഷ്മിയും ഹരീഷിനെയും പോയി കണ്ടത് വേണുവേട്ടനോട് പറയണോ, അല്ലെങ്കിൽ വേണ്ട, ഇപ്പം പറയണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണുവേട്ടൻ അങ്ങോട്ട് ചെല്ലുക. എന്താ രാധമ്മ, നീ എന്താ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നത്? നിൻ്റെ മനസ്സിൽ എന്തോ ടെൻഷനുണ്ട്. എന്താണെങ്കിലും നീ അത് എന്നോട് പറ. ആ സമയത്ത് കൊച്ചമ്മണിയും ജയനും തമ്മിൽ നല്ല വഴക്ക് കേൾക്കുന്നുണ്ട്. അതെന്താണെന്നറിയാൻ അവരങ്ങോട്ട് ചെല്ലുവാണ്. ഒരു പെറ്റമ്മയുടെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് ഒരു മകൻ്റെ കടമയാടാ. നിങ്ങളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു തരാനേ നിങ്ങളെനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ഓഹരി എടുത്ത് തന്നിരിക്കുമല്ലയോ. ഭൂലോക കൂതറയായ മദാമയും മോനും കൂടെ തുടങ്ങിയല്ലോടി. ഇനി നമുക്കൊരു സമാധാനവും കിട്ടത്തില്ല. പ്രിയ കളിയാക്കിക്കൊണ്ട് പറയുക, എൻ്റെ ജയേട്ട, മൂന്നാറിലുള്ള ആ 300 ഏക്കർ തേയിലത്തോട്ടമല്ലയോ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. ഈ അമ്മയുടെ ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട ജയേട്ടൻ്റെ കടമയല്ലയോ. അങ്ങോട്ട് വാങ്ങിച്ച് കൊടുക്ക് ജയേട്ടാ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ കാണുന്നത്, നമ്മളെല്ലാവരുടെ വളഞ്ഞിരുന്നല്ലേ ടി വി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന അണ്ടർവേഴ്സിൻ്റെ ടി വി വേണമെന്ന്. വേണുവേട്ടൻ പറയുക, ആൻഡ്രോസും ഫിലിപ്പോസും ഒക്കെ ബൈബിളിലല്ലയോ എൻ്റെ മുണ്ടക്കലമ്മേ. അയ്യോ, ആൻഡ്രോയിഡ് ടി വി വേണമെന്ന് പറയുവാണേ. തഞ്ചാവൂരിലെ കുപ്പുസ്വാമി കൗണ്ടറുടെ വീട്ടിൽ നിൽക്കുമ്പോഴേ അവിടെ ആൻഡ്രോസ് ടി വി ഉണ്ടായിരുന്നു. ജയം പറയാ, ദൈവമേ, ഇവർ ഈ കണ്ട വീടുകളിലൊക്കെ ജോലിക്ക് പോയതേ ജോലി ചെയ്യാനല്ല, ടി വി കാണാനായിരിക്കും. എന്നെ കളിയാക്കിയത് മതിയുടെ പെങ്കോന്താ. എന്നിവൻ അച്ചു വീട്ടിൽ താമസമാക്കിയോ അന്നവൻ്റെ അന്തസ്സും അഭിമാനവും ഒക്കെ പോയി. ഈ ബഹളമൊക്കെ ആയിട്ട് രാജു വന്ന് ചോദിക്കുന്നു, എന്താ ഇവിടെ ഇപ്പോൾ പുതിയ പ്രശ്നം? ജയം പറയുക, എൻ്റെ അളിയ, ഇവർക്കിപ്പോൾ ആൻഡ്രോയിഡ് ടി വി വേണമെന്ന്. പ്രിയയ്ക്കാണെ കലി കൊണ്ട് നിൽക്കാൻ വയ്യ. കണ്ട വീടുകളിലൊക്കെ തിണ്ണ തൂക്കാൻ പോയപ്പോഴേ ഇവരിങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പം നമ്മുടെ പെടലിക്ക് വരിക. വീട്ടിൽ യാതൊരു ജോലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് കിടക്കുന്ന രമ്യ ജനലിൻ്റെ വാതക്കെ നിന്ന് ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുവാണ്. എന്നെ ആരും കൂടുതൽ കളിയാക്കുകയൊന്നും വേണ്ട. ഞാനും കാശും പത്രാസും ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആളാ. അയ്യോ, പത്രക്കടലാസോ? വേണുവേട്ടൻ ചോദിക്കുക. പത്രക്കടലാസ് അല്ല അച്ഛാ, പത്രാസ്. അയ്യോ, എൻ്റെ മുണ്ടക്കലമ്മേ, എന്നെ ഇനി അച്ഛാന്ന് വിളിക്കല്ലേ, അതെനിക്ക് സഹിക്കാൻ വയ്യായേ. എന്നാൽ ഞാൻ ഇനി വേറൊരു കാര്യം പറയാം. അത്രയും വലിയ ടി വി ഒന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ വയ്യെങ്കിൽ വേണ്ട. ഈ 1,00,000 രൂപയുടെ ഐസ് ഫോൺ മേടിച്ച് തന്നാൽ മതി. അയ്യോ, ഐസ് ഫോണോ? ജയൻ പറയാ, എടി പ്രിയേ, പൊന്നുമോളെ, ഐഫോണിനെ ആടി ഇവർ ഐസ് ഫോണെന്ന് പറയുന്നത്. നീ ഇപ്പം എന്തുപാടാ ജയ ഇവളെ വിളിച്ചത്? മോളേന്നോ? ആ, ഞാൻ ചിലപ്പോഴൊക്കെ അവളെ മോളേന്ന് വിളിക്കും. നീ എന്നിവളെ മോളേന്ന് വിളിക്കാൻ തുടങ്ങിയോ അന്ന് മുതലാടാ നീ പെറ്റതള്ളെ തല്ലാൻ തുടങ്ങിയത്. എന്ത് പറഞ്ഞാലും എനിക്കിപ്പോൾ ഐസ് ഫോൺ വേണം. രാധമ്മ പറയുക, അമ്മയ്ക്കൊരു ഫോണില്ലേ, അത് പോരെ? അത് പോരാ രാധമ്മേ, എനിക്ക് ഐസ് ഫോൺ തന്നെ വേണം. ഇത് രമ്യ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. രമ്യ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ തള്ളയ്ക്കൊരു ഐഫോൺ മേടിച്ച് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ കുരുട്ടുബുദ്ധി കാണിച്ച് രാജുവിനെ എൻ്റെയും കല്യാണം നടത്തി തരും എന്നുള്ള പ്രതീക്ഷയോടാണ് രമ്യയുടെ നിപ്പ്. അപ്പോൾ ഫ്രണ്ട്സ്, രമ്യയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ പോകുന്നതല്ലാതെ രാജു ഒരിക്കലും രമ്യയെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.